നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ആ മുത്തുനബിയുടെ മുഖമൊന്ന് കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ കൈവക്കിക്കുക. മരിക്കുന്നതിന് മുമ്പ് ഒന്ന് പൊക്ക മനുഷ്യ, ആഗ്രഹമുള്ളവരൊക്കെ പൊക്ക. ചിലപ്പോ ഇതിന്റെ പേരിലായിരിക്കും ചിലപ്പോ അള്ളാഹ് നമുക്ക് അവസരം തരുന്നത്. അൽഹംദുലില്ലാ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മരിക്കുന്നതിന് മുമ്പ് സ്വപ്നം കാണണമെങ്കിൽ ഈ ലോകത്ത് നിന്ന് അസ്റായിൽ അലൈഹിസ്സലാം കടന്നു വന്ന് നമ്മുടെ റൂഹ് പിടിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പ് ജീവിച്ചിരിക്കുമ്പോ ആ മരണത്തിന്റെ സമയത്തെങ്കിലും മുത്തുനബിയെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ കാണാനുള്ള ഒരു നല്ല വഴി ഞാൻ പറഞ്ഞു തരാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വപ്നം കാണാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു ജീവിതത്തിൽ ചെയ്യാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ജീവിതത്തിൽ ചെയ്യാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒന്ന് പരിശ്രമിച്ചൂടെ? പൈസയുടെ ചെലവൊന്നുമില്ല. ഞാൻ പറയുന്ന ഒരേ ഒരു നല്ല കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്താൽ മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും മുത്തുനബിയെ കാണാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് നാളെ ഈ 2 ദിവസം 4 മണിക്കൂർ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനമുള്ള ഒരു സമയമായി അൽഹംദുലില്ലാഹ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വലാത്തിന് ഇന്നൊരു കുറവും വരുത്തരുത്. അങ്ങനല്ല, ഇന്നത്തെ ദിവസം അറിയാലോ, സലാത്ത് മുത്തുനബിയുടെ ജീവിതമാ പറയണേ. മുത്തുനബിയുടെ ചരിത്രം വായിക്കുന്നത് തന്നെ മുത്തുനബിയെ നേരിട്ട് കണ്ടതുപോലെയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം വായിച്ചു നോക്കുന്നത് പ്രവാചകനെ നേരിട്ട് കണ്ടതുപോലെയാണെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സ്വലാത്തിനൊരു മടിയും വരുത്തരുത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേര് ഒരു മനുഷ്യന്റെ മുന്നിൽ പറഞ്ഞിട്ട് അവൻ സ്വലാത്ത് പറഞ്ഞില്ലെങ്കിൽ അവൻ നശിച്ചു പോകട്ടെ എന്നാ പറഞ്ഞത്. അള്ളാഹു കാക്കുമാറാകട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിക്കുന്ന മുഖത്തോടെ വലിയ സന്തോഷത്തോടു കൂടിയാണ് വീട്ടിലേക്ക് കടന്നു വരുന്നത്. പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷം കാണുകയാണ്. പ്രവാചകൻ വല്ലാത്ത സന്തോഷത്തിലാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി കയറി വരുന്നത് കണ്ടപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുത്തുനബിയുടെ മടിത്തട്ടിലേക്ക് വന്ന് തലവെച്ച് കിടക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി വീടിന്റെ അകത്തേക്ക് കടന്നു വന്ന പ്രവാചകന്റെ മടിത്തട്ടിലേക്ക് തലവെച്ചിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യുവോ നബിയേ? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യുമോ? പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ആയിഷ, നിനക്ക് വേണ്ടി ഞാൻ എപ്പോഴും ദുആ ചെയ്യാറുണ്ടല്ലോ ആയിഷ, നിനക്ക് വേണ്ടി ഞാൻ എപ്പോഴും ദുആ ചെയ്യുമല്ലോ. ആയിഷ ബീബി പറഞ്ഞു, അതല്ല നബിയേ, എനിക്ക് പ്രത്യേകമായിട്ടങ്ങ് ദുആ ചെയ്യണം, ഇപ്പൊ തന്നെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ സമയത്ത് അല്ലാഹുവേ അവിടുന്ന് ദുആ ചെയ്യുകയാണ്. തന്റെ ഇരുകരങ്ങൾ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് ഉയർത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ, പടച്ചവനെ എന്റെ ആയിഷയ്ക്ക് നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. മുൻകടന്ന പാപങ്ങള്, അതാ പിന്നീട് ജീവിതത്തിൽ വരാനിരിക്കുന്ന പാപങ്ങള്, അതാ അറിഞ്ഞു ചെയ്തത് അറിയാതെ ചെയ്തത്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതത്തിലെ പാപങ്ങൾ മുഴുവനും പൊറുക്കുന്നതിന് വേണ്ടി
പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്ത് കഴിഞ്ഞപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വല്ലാത്ത സന്തോഷമായി. കാരണം മുത്തുനബിയാണ് ദുആ ചെയ്യുന്നത്. ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ പാപം പൊറുക്കുന്നതിന് വേണ്ടി പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യുന്നത് കണ്ടപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചിരിക്കാൻ തുടങ്ങി. കാരണം വല്ലാത്ത സന്തോഷമാണ്. അവിടുന്ന് ചിരിച്ച് ചിരിച്ച് ചരിത്രം പറയുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിയിൽ നിന്ന് ചിരിച്ച് ചിരിച്ച് താഴെ വീഴുകയാണ്. മുത്തുനബിയുടെ മടിയിലാണ് ആയിഷ ബീബി കിടന്നത്. അവിടുന്ന് ചിരിച്ച് ചിരിച്ച് സന്തോഷം കാരണം പ്രവാചകന്റെ മടിയിൽ നിന്ന് തല താഴെ വീഴുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ആയിഷ നിനക്ക് സന്തോഷമായോ ആയിഷ? എന്തേ നിനക്ക് എത്ര സന്തോഷമെന്ത് യാ റസൂലല്ലാഹ്? എങ്ങനെ സന്തോഷം വരാതിരിക്കും നബിയേ? അങ്ങനെക്ക് വേണ്ടി ദുആ ചെയ്തല്ലോ, അങ്ങനെക്ക് വേണ്ടി ദുആ ചെയ്തല്ലോ. ഇതിനേക്കാളും ഇനി എന്ത് സന്തോഷമാണ് വേണ്ടത്? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് സന്തോഷത്തോടുകൂടി പ്രവാചകനോട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ ഫവല്ലാഹി ഇന്നഹാ ലദഅഉതി ലിഉമ്മതി ഫീ കുല്ലി സലാ. പ്രവാചകന് വളരെ സന്തോഷത്തോടുകൂടി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യയോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആയിഷ നിനക്ക് വേണ്ടി മാത്രമല്ല, നിനക്ക് വേണ്ടി മാത്രമല്ല എന്റെ സമുദായത്തിലെ എല്ലാവർക്കും വേണ്ടി, എന്റെ സർവ്വ ഉമ്മത്തീങ്ങൾക്കും വേണ്ടി 5 വഖത്ത് നമസ്കാരം കഴിയുമ്പോ ഞാൻ എല്ലാ ദിവസവും ദുആ ചെയ്യും ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ, ഈ ലോകത്ത് അവസാനം വരുന്ന മുസ്ലിമിന് വേണ്ടി 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സദസ്സിലിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടി ഓരോ വഖത്ത് നമസ്കാരം കഴിയുമ്പോഴും നമുക്ക് വേണ്ടി പ്രവാചകൻ ദുആ ചെയ്യുമായിരുന്നു എന്ന് ചരിത്രങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ എത്ര സ്നേഹമായിരുന്നു നമ്മള്. എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് ആ തിരിച്ചാ പ്രവാചകനോട് അത്രയ്ക്ക് സ്നേഹമുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകനെ വല്ലാതെ സ്നേഹിക്കുന്നവരുണ്ട്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ വലിയ ഒരു അഭിലാഷമാണ്. നമ്മൾ ഇന്ന് വരെ മുത്തുനബിയെ കണ്ടിട്ടില്ല, നമ്മൾ ആരും അല്ലാഹുവിന്റെ പ്രവാചകനെ കണ്ടിട്ടില്ല. പക്ഷേ പ്രവാചകനെ കാണണമെന്ന് വല്ലാതെ ആഗ്രഹിക്കുന്നവരാ, അത് ജീവിതത്തിന്റെ വലിയ ഒരു അഭിലാഷമായി കാണുന്നവരാണ്. മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും എനിക്ക് മുത്തുനബിയെ ഒന്ന് കാണണം. അല്ലാഹുവേ, ആ പ്രവാചകന്റെ റൗളാ ശരീഫിന്റെ മുറ്റത്ത് ചെന്ന് സലാം പറയാറ് കൊതിക്കാത്ത ഏത് മുസ്ലിമാണുള്ളത്? കൊതിക്കാത്ത ഏത് മുസ്ലിമാണുള്ളത്? ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലെ വലിയ ഒരു മോഹമാണ്. പടച്ചവനെ, മദീനത്ത് മസ്ജിദ് നബവിയുടെ ചാരത്ത് പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അബൂബക്കർ തങ്ങളും ഉസ്മാൻ തങ്ങളും അവരുടെ രണ്ടുപേരുടെയും നടുവിൽ കിടക്കുന്ന മുത്തുനബിയുണ്ടല്ലോ, ആ റൗളാ ശരീഫിന്റെ മുറ്റത്ത് ചെന്ന് സലാം പറയാൻ ആഗ്രഹിക്കാത്ത ഏത് മനുഷ്യനാണുള്ളത്? എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ പ്രവാചകനെ കണ്ടിട്ടില്ലെങ്കിലും നമുക്ക് വല്ലാത്ത സ്നേഹമാ, നമ്മുടെ കരളിന്റെ കഷ്ടമാണ്. അതുകൊണ്ടാണ് പ്രവാചകന്റെ പേരങ്ങ് പറയുമ്പോ മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരങ്ങ് പറഞ്ഞാൽ അറിയാതെ നമ്മുടെ നാവിലേക്ക് സ്വലാത്ത് വരികയാണ്. അറിയാതെ നമ്മുടെ നാവിലേക്ക് അവിടുന്ന് പ്രവാചകന്റെ പേര് പറയുമ്പോൾ സ്വലാത്ത് വരികയാണ്. നമുക്ക് പ്രവാചകനോട് വല്ലാത്ത സ്നേഹമാണ്. കാണാനിട്ട് പോലും നമ്മൾ പ്രവാചകനെ ഇത്ര സ്നേഹിക്കുന്നതെങ്കിൽ അല്ലാഹ്
അല്ലാഹുവിന്റെ പ്രവാചകനെ കണ്ട സ്വഹാബികളുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനെ കണ്ണുകൊണ്ട് കണ്ട, പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്ത അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്തുണ്ടല്ലോ. അല്ലാഹുവേ, അവര് പ്രവാചകനെ കണ്ടവരാട്, കണ്ട് കൊതി തീർന്നിട്ടില്ല. അവര് പ്രവാചകനെ കണ്ട് കൊതി തീർന്നിട്ടില്ല. അവരല്ലാഹുവേ അവിടുന്ന് ദുആ ചെയ്തത് എന്തെന്നറിയുമോ? അല്ലാഹുവേ, അതാ ചരിത്രത്തിൽ കാണാ, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പാതിരാത്രി സുജൂദിൽ കിടന്നിട്ട് കരയുമായിരുന്നു. അവിടുന്ന് കരഞ്ഞു ദുആ ചെയ്യുമായിരുന്നു. എന്താണ് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നതെന്നറിയുമോ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക മുറാഫഖത മുഹമ്മദൻ ഫിൽ ജന്ന. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ, നാളെ പ്രവാചകന്റെ കൂടെ സ്വർഗ്ഗത്തിൽ എന്നെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. നേരിട്ട് കണ്ട സ്വഹാബികൾ പോലും പടച്ചവനെ ഇങ്ങനെയാണ് ദുആ ചെയ്തതെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ പ്രവാചകനെ നമുക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും കാണാ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ആരും ഇന്ന് വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ടില്ല. കാണാനിട്ട് പോലും നമുക്ക് പ്രവാചകനോട് വല്ലാത്ത സ്നേഹം. മുത്തുനബിയുടെ റൗള കാണാൻ, ആ പ്രവാചകന്റെ റൗളയുടെ മുന്നിൽ പോയി സലാം പറയാൻ, മരിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കാണാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ദുആ ചെയ്ത് സ്വലാത്ത് പറഞ്ഞ് കാത്തിരിക്കുന്നവരാ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. കണ്ട സ്വഹാബികളോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുഖം കണ്ട സ്വഹാബികൾ, ആ സ്വഹാബികളും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്, പടച്ചവനെ സ്വർഗ്ഗത്തിലും മുത്തുനബിയുടെ കൂടെ തന്നെ ആക്കണം. അതായിരുന്നു അവരുടെ ആഗ്രഹം. സ്വർഗത്തിലും ഞങ്ങളെ പ്രവാചകന്റെ കൂട്ടുകാരാക്കണം. ഞങ്ങൾക്ക് പ്രവാചകന്റെ കൂടെ നാളെ സ്വർഗത്തിൽ കയ്യിൽ പിടിച്ച് കടന്നു പോകണം. അതിനുവേണ്ടിയാണ് സ്വഹാബത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പാതിരാത്രികളിൽ കരഞ്ഞു ദുആ ചെയ്തത് എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കേവലം 60, 50, 60 അല്ലെങ്കിൽ 70 വയസ്സ് മാത്രം ജീവിക്കുന്ന ഈ ദുനിയാവിലെ ജീവിതത്തിൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ പ്രവാചകനെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുമ്പോ ഒരിക്കലും അവസാനിക്കാത്ത ഒരു ജീവിതം വരാനുണ്ട്. മരണം മുതലുള്ള ജീവിതം. എന്റെ പ്രിയമുള്ളവരെ, അതൊരിക്കലും അവസാനിക്കാത്ത ജീവിതമാ. ആ ഒരിക്കലും അവസാനിക്കാത്ത ജീവിതത്തിൽ മഹാനായ നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ച് സ്വർഗ്ഗത്തിലേക്ക് കടന്നു ചെന്ന് പ്രവാചകന്റെ കൂട്ടുകാരായി നമുക്ക് സ്വർഗ്ഗത്തിൽ കഴിയാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എവിടെ ഒരിക്കലും അവസാനിക്കാത്ത സ്വർഗം, ആ സ്വർഗത്തിലെ ജീവിതം, അവിടെ മരണമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അവസാനിക്കാത്ത ആ സ്വർഗത്തിലെ ജീവിതത്തിൽ മുത്തുനബിയുടെ കൂട്ടുകാരായി നമുക്ക് ഒരുമിച്ച് കൂടണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ആരാണ് പ്രവാചകന്റെ കൂട്ടുകാരാകുന്നത്? നാളെ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പ്രവാചകന്റെ കൂട്ടുകാരായി നടക്കാൻ എന്താണ് ജീവിതത്തിൽ ചെയ്യേണ്ടത്? അല്ലാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 5 കാര്യങ്ങൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ ചെയ്താൽ അവൻ നാളെ എന്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിലേക്ക് കടന്നുപോകും. നാളെ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ കൂട്ടുകാരായി ഒരുമിച്ച് കൂടാൻ കഴിയും. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരു 5 കാര്യങ്ങൾ ഞാൻ പറയാം. ഒരു 5 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിഞ്ഞാൽ നാളെ സ്വർഗത്തിൽ നമ്മൾ മുത്തുനബിയുടെ കൂട്ടുകാരാ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. സലാം ഏത് മൈക്ക സലാം? 600 ആണോ? അല്ല, ശരി, ഓക്കെ. ഇതെല്ലാം കൂടി ഇരിക്കണുണ്ടായിരിക്കില്ലേ? കുഴപ്പമില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തുനബിയുടെ കൂട്ടുകാരായി നാളെ പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടുകാരാകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ?
അതിനുള്ള വഴികൾ എന്താണ്, ചെയ്യേണ്ടത് എന്താണ്, അത് പ്രവാചകൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയോട് ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്, എന്ത് വേണമെങ്കിലും നീ ചോദിച്ചോ, ഇന്നത്തെ ദിവസം എന്ത് ചോദിച്ചാലും നിനക്ക് ഞാൻ തരാമെന്ന് പ്രവാചകൻ എവിടെന്ന് പറയുമ്പോ ആ സ്വഹാബി അല്ലാഹുവിന്റെ പ്രവാചകനോട് മുത്തുനബിയോട് അവിടെന്ന് ചോദിച്ചതെന്തെന്നറിയുമോ? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. അല്ലാഹുവിന്റെ പ്രവാചകനോട് അതാ സ്വഹാബി കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് സ്വർഗത്തിലും അങ്ങയുടെ കൂടെ നടക്കണം നബിയേ, എനിക്ക് അങ്ങയുടെ കൂടെ സ്വർഗത്തിലേക്ക് കടന്നു വരണം, അങ്ങയുടെ കൂട്ടുകാരനാകണം. അല്ലാഹുവിന്റെ പ്രവാചകനോട് ആ സ്വഹാബി പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, അവ ഗൈറു ദാലിക, വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്ക്. ഈ ദുനിയാവിൽ നിനക്ക് എന്തെങ്കിലും വേണോ? നിനക്ക് പണം വേണോ? നിനക്ക് ഈ ദുനിയാവിലെ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്ക്, തരാമെന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ പ്രവാചകൻ ആ സ്വഹാബിയോട് പറയുമ്പോ ആ സ്വഹാബി പറഞ്ഞു, എനിക്ക് ദുനിയാവിലെ ഒന്നും വേണ്ട, എനിക്ക് ദുനിയാവിലെ ഒന്നും വേണ്ട, എനിക്ക് സ്വർഗമാണ് വേണ്ടത്. ആ സ്വർഗത്തിൽ അങ്ങയുടെ കൂട്ടുകാരനാകാനുള്ള ഭാഗ്യമാണ് വേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ സ്വഹാബി എവിടെന്ന് പറയുമ്പോ പ്രവാചകൻ പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടുകാരായി നാളെ പടച്ചറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, പാലരുവികളും തേനരുവികളും എടുക്കുന്ന പടച്ചറപ്പിന്റെ സ്വർഗത്തിന്റെ നടുവിലൂടെ മുത്തുനബിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കാൻ ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ഒന്നാമതായി പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, ഫഅനി അലാ നഫ്സിക ബികസുറത്തി സുജൂദ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാറ് പ്രവാചകൻ പറഞ്ഞു തരുന്ന ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, നിങ്ങൾ സുജൂദുകൾ അധികരിപ്പിക്കണേ സഹാബാ. നാളെ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ കൂട്ടുകാരനാകാൻ നിനക്ക് കൊതിയുണ്ടെങ്കിലോ പ്രവാചകൻ അവിടെന്ന് ഒന്നാമതായി പറഞ്ഞു കൊടുത്ത കാര്യം എന്തെന്നറിയുമോ? അവിടെന്ന് സുജൂദ് അധികരിപ്പിക്കാരാ. എന്റെ പ്രിയമുള്ളവരെ, 5 നേരത്തെ നമസ്കാരമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലസ്സലാ, ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നവരാ. എന്റെ പ്രിയമുള്ളവരെ, ആ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകിയ നിങ്ങൾ നമസ്കരിക്കുന്നവരാണെങ്കിൽ എന്റെ കൂടെ സ്വർഗത്തിൽ നിങ്ങൾക്ക് ഒരുമിക്കാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, നമസ്കാരമുണ്ടല്ലോ, അത് മുത്തുനബിയുടെ കയ്യിലേക്ക് അല്ലാഹു നേരിട്ട് കൊടുത്ത ഒരു സമ്മാനമാണ്. നിസ്കാരം അല്ലാഹു നേരിട്ട് കൊടുത്ത സമ്മാനമാ. പടച്ചറപ്പ് തന്റെ മുന്നിലേക്ക് വിളിച്ചിട്ട് ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും രാത്രിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകനെ നേരിട്ട് വിളിച്ചു അല്ലാഹുവിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് അല്ലാഹു സമ്മാനമായിട്ട് കൊടുത്ത ഒന്നാണ് 5 വഖത്ത് നമസ്കാരം. ആ നമസ്കാരത്തിന്റെ മഹത്വം നമുക്കറിയണമെങ്കിൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളു സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് അവസാനം റൂഹ് പിടിച്ച അവസാന സമയമുണ്ടല്ലോ, ആ സമയത്തും അല്ലാഹുവിന്റെ പ്രവാചകൻ ഉണർത്തിയതെന്ത്? നമസ്കാരത്തെ കുറിച്ചാണ്. നിങ്ങളെ നിസ്കാരം ഉപേക്ഷിക്കരുത്, നിങ്ങളെ നിസ്കാരം ഉപേക്ഷിക്കരുത്. ആ മരണ
മരണത്തിന്റെ സമയത്ത് പോലും അല്ലാഹുവിന്റെ പ്രവാചകർ നമസ്കാരത്തെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയതെങ്കിലോ എന്റെ പ്രിയമുള്ളവരെ, ആ നമസ്കാരത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ അത് മതി. പക്ഷേ എന്ന് നമ്മളിൽ പലരുമുണ്ടല്ലോ, പടച്ചവനെ നമ്മളാ നമസ്കാരത്തിന്റെ വിഷയത്തിൽ പലരും അലംഭാവം കാണിക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉമർ തങ്ങൾ പറഞ്ഞതെന്തെന്നറിയുമോ? ഏതെങ്കിലും ഒരു മനുഷ്യന് കാരണമില്ലാതെ ഒരു വഖത്ത് നമസ്കാരം കളയാക്കിയാൽ അവന് കാഫിറാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരു വഖത്ത് നമസ്കാരം ഏതെങ്കിലും ഒരു മനുഷ്യനെ കളയാക്കിയാൽ, കാരണമില്ലാതെ കളയാക്കിയാൽ അവന് കാഫിറാകുമെന്ന് ഉമർ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അത് പറയുന്നതാരാ? ഉമർ തങ്ങളാ. എന്റെ പ്രിയമുള്ളവരെ, ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്തു നോക്കൂ. അതാ തന്റെ ജീവിതത്തിലെ അവസാനത്തെ ഹജ്ജുണ്ടല്ലോ, ആ ഹജ്ജിന്റെ സമയത്ത് കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ أسألك الشهادة في سبيلك وموتة في بلد نبيك. അതാ ഹജ്ജ് ചെയ്തിട്ട് പിരിയുന്ന സമയത്ത് പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന, പടച്ചവരേ, എനിക്ക് ഷഹീദായി മരിക്കണം തമ്പുരാനേ, എനിക്ക് ഷഹീദായി മരിക്കണം തമ്പുരാനേ. എവിടെ കിടന്ന്? മുത്തുനബിയുടെ നാടായ മദീനത്ത് കിടന്ന് എനിക്ക് ഷഹീദാകണം തമ്പുരാനേ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്ത് വെച്ച് ദുആ ചെയ്തു. എന്നിട്ട് തന്റെ നാട്ടിലേക്ക് കടന്നു വന്നു. വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരത്തിന് കയറി. അതാ ഖുതുബ ഓതുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് തന്റെ സ്വഹാബത്തിനോട് തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാ. തഖ്വ കൊണ്ട് അവിടുന്ന് വസിയ്യത്ത് ചെയ്യുകയാ. എന്നിട്ട് പറഞ്ഞു, സ്വഹാബാ, എന്റെ മരണം അടുത്തു സ്വഹാബാ. ഉമർ തങ്ങൾ അവിടുന്ന് യാത്ര പറയുകയാണ്. പടച്ചവനെ, പിറ്റേ ദിവസം ശനിയാഴ്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പള്ളിയിലതാ സുബ്ഹി നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. സൂറത്ത് യൂസുഫാണ് ഓതുന്നത്. ഉമർ തങ്ങളതാ സുബ്ഹിക്ക് ഇമാമത്ത് നിൽക്കുകയാണ്. സൂറത്തു യൂസുഫ് ഓതിക്കൊണ്ടിരിക്കുകയാണ്. സഹാബികൾ മുഴുവനും പുറകിൽ നിന്ന് നമസ്കരിക്കുകയാണ്. ഉമർ തങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അതാ അബൂ ലുഅൽ എന്ന് പറയുന്ന മജൂസിയുണ്ടല്ലോ, വിഷം കടത്തിയ കടാര കൊണ്ടുവന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിലേക്ക് കുത്തിയിറക്കുകയാ. തങ്ങളുടെ ശരീരത്തേക്ക് കടാര കുത്തിയിറക്കുകയാണ്. ഉമർ തങ്ങൾ പിടയുകയാ. അല്ലാഹുവേ നമസ്കാരത്തിലാണ്, അല്ലാഹുവേ നമസ്കാരത്തിലാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് അതാ കുത്തുകൊണ്ട് പിടയുമ്പോ ഉമർ തങ്ങളെ നിസ്കാരപ്പായിൽ നിന്നിട്ട് ഇമാമായിട്ടാണ് നിൽക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. 3 പ്രാവശ്യം ഉമർ തങ്ങൾ വിളിച്ചു പറയുകയാ. അല്ലാഹുവേ, ഉമർ തങ്ങൾ വിളിച്ചു പറയുമ്പോ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബി പുറകിലാണ്. പടച്ചവരെ, ഉമർ തങ്ങൾ അവിടെന്ന് പറയുമ്പോ ഉമർ തങ്ങളതാ നിസ്കാരപ്പായിലേക്ക് പിടഞ്ഞു വീഴുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു
പുറകിൽ നിന്ന് ഇമാമായി കയറി നിൽക്കുകയാ. സഹോദരാ, നമസ്കാരമാണ്. ശത്രു കൊല്ലാമെന്നപ്പോ പിടഞ്ഞോടിയില്ല, ജീവനം കൊണ്ട് 4 ഭാഗത്തെ കൂടിയില്ല. പടച്ചവനെ, ഉമർ തങ്ങള് തന്റെ കണ്ണിന്റെ മുന്നിൽ കുത്തുകൊണ്ട് പിടഞ്ഞു താഴെ വീഴുമ്പോഴും അവര് നമസ്കാരത്തിലാ. കാരണം അവർ അല്ലാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നത്, അവര് പടച്ച റബ്ബിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. എല്ലാവരും അവിടെ നിന്ന് നമസ്കാരം പൂർത്തീകരിച്ചു. എന്റെ പ്രിയമുള്ള സഹോദരാ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ബോധമില്ലാതെ കിടക്കുകയാണ്, ബോധം കെട്ട് കിടക്കുകയാണ്. അതാ തന്റെ വയറിലൂടെ രക്തം ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹാബികൾ മുഴുവനും ചുറ്റുഭാഗത്ത് ഒരുമിച്ചുകൂടി പടച്ചവരെ ഉമർ തങ്ങളെ വിളിക്കുകയാണ്. പടച്ചവനെ, മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു വസിയത്ത് നൽകിയാലോ? നമസ്കരിച്ചുകൊണ്ടിരിക്കുക ഉമർ തങ്ങള്. അപ്പോഴാണ് ഒരുത്തൻ കടാര കൊണ്ടുവന്ന് കുത്തിയിറക്കിയത്. എന്റെ പ്രിയമുള്ളവരെ, ഉമർ തങ്ങൾ നിസ്കാരപ്പായിലേക്ക് താഴേക്ക് വീഴുമ്പോ അവിടെ നിന്ന് പറഞ്ഞു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ 3 പ്രാവശ്യം പറഞ്ഞു. പുറകെ നിന്ന് സഹാബി കയറിയിട്ട് ഇമാമത്താ നിന്നെ കയറി പിടിക്കല്ലേ ഇതേ. എന്റെ പ്രിയമുള്ളവരെ, ഉമർ തങ്ങൾ പിടഞ്ഞു വീണു. അവിടെ നിന്നും മരണത്തോട് മല്ലടിച്ചു ബോധം കെട്ടിട്ട് കിടക്ക. സഹാബികൾ മുഴുവനും നമസ്കാരം കഴിഞ്ഞിട്ട് ചുറ്റുഭാഗത്ത് വന്ന് നിൽക്കുകയാ. ഉമർ തങ്ങളെ വിളിക്കുന്നുണ്ട്. പടച്ചവനെ, മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു നസീഹത്ത് നൽകിയാലോ, എന്തെങ്കിലും ഒരു വസിയത്ത് നൽകിയാലോ? എല്ലാവരും ചുറ്റുഭാഗത്ത് നിന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിക്കുന്നു, എഴുന്നേൽക്കുന്നില്ല. ആ സമയത്ത് ഉമർ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ സഹാബത്തിനോട് പറഞ്ഞു, എന്റെ വാപ്പ എഴുന്നേക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം. ഉമർ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ അവിടെ നിന്ന് പറയുക, ഞാനൊരു വഴി പറഞ്ഞു തരാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചുറ്റുഭാഗത്ത് നിൽക്കുന്ന സ്വഹാബത്തിനോട് പറഞ്ഞുകൊടുത്തു, വാപ്പാടെ ചെവിയിൽ നമസ്കാരം എന്ന് പറയാൻ. ഉമർ തങ്ങളുടെ മകൻ പറഞ്ഞുകൊടുത്തു, തന്റെ വാപ്പയുടെ ചെവിയിൽ നിസ്കാരം എന്നൊന്നു പറയാൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവിടെ നിന്നൊരു സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചെവിയിൽ നമസ്കാരത്തിന്റെ സമയമായി എന്ന് പറഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഞെട്ടി ഉണരുകയാ. അപ്പോഴും ചോദിച്ചു, സഹാബ നിസ്കാരം പൂർത്തീകരിച്ചോ സഹാബ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയാണ് പറയുന്നത്, ഒരു കാരണമില്ലാതെ ഒരു മനുഷ്യൻ ഒരു വഖത്ത് നമസ്കാരം കളയാക്കിയാൽ അവൻ കാഫിറാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമസ്കാരത്തിന്റെ മഹത്വം മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വഫാത്തിന്റെ അവസാന ഘട്ടത്തിലും പ്രവാചകൻ നിസ്കാരത്തെക്കുറിച്ച് നമ്മളോട് ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം, പ്രവാചകന്റെ ജന്മദിനം, അത് അനുഗ്രഹീതമായ ഈ മാസം, അൽഹംദുലില്ലാഹ് ആഘോഷമെല്ലാം ഉണ്ട്. പക്ഷേ അത് നമസ്കാരം മുടക്കിക്കൊണ്ടുള്ള ഒന്നുമാകാൻ പാടില്ല. അത് പ്രവാചകന്റെ ഈ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ എന്റെ പ്രിയമുള്ളവരെ, നമസ്കാരത്തെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങളിലൊന്നും നമ്മൾ ഒരിക്കലും പങ്കുചേരാൻ പാടില്ല. അത് പ്രവാചകൻ ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നിസ്കാരമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ നിസ്സാരമായിട്ട്, നിസ്കാരത്തിന് ബാങ്ക് വിളിച്ചാൽ എന്തോ അലസത കാണിക്കുന്നത് പോലെ, എന്റെ പ്രിയമുള്ളവരെ, അതിനെന്തോ ഒരു മഹത്വം കുറച്ച് കാണുന്നത് പോലെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരും ആ നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മുടെ ആണുങ്ങളും പെണ്ണുങ്ങളും നമ്മുടെ മക്കളും നമ്മൾ അതിനകത്ത് വല്ലാത്ത അലസത കാണിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ആ നമസ്കാരത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ തന്റെ തഫ്സീറിൽ ഒരു ചരിത്രം പറയുന്നുണ്ട്. നമസ്കാരത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ എന്റെ പ്രിയമുള്ളവർ, ഈ ഒരു ചരിത്രം നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ചരിത്രമാ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അതാ അവിടെ നിന്ന് ചരിത്രത്തിൽ കാണാം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതാ ഒരു പെണ്ണ് മദീനത്തുകൂടെ നടക്കുകയാണ്. ഒരു പെണ്ണ് മദീനത്തുകൂടെ മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, കാനത്ത് ഇംറഅത്തുൻ തസീഖു ഫീ സികകിൽ മദീന. ഒരു പെണ്ണ് മദീനയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെയാണ് തിരയുന്നത്. കാണുന്നവരോടൊക്കെ ആ പെണ്ണ് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെയാണ്? ദല്ലൂനി അലാ മുഹമ്മദ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയാണുള്ളത്? ഒരു പെണ്ണ് മദീനയിലൂടെ ഇങ്ങനെ തിരഞ്ഞു നടക്കുകയാണ്. കാണുന്ന
വന്നവരോടൊക്കെ ചോദിക്കുകയാ, അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെ? മുത്തുനബി എനിക്കൊന്ന് കാണിച്ചു തരുമോ? അള്ളാഹുവിന്റെ പ്രവാചകനെ ഒന്ന് കാണിച്ചു തരുമോ? ഈ പെണ്ണിങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കുകയാണ്. അവസാനമാരോ അള്ളാഹുവിന്റെ പ്രവാചകനെ കാണിച്ചു കൊടുത്തു. പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ആ പെണ്ണ് കടന്നു വരികയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നു. ആ പെണ്ണ് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ജീവിതത്തിൽ ഞാനൊരു തെറ്റ് ചെയ്തവളാ. അല്ലാഹു എനിക്ക് പുറത്തു തരുമോ നബിയേ? അല്ലാഹു എനിക്ക് പുറത്തു തരുമോ നബിയേ? ജീവിതത്തിൽ ഞാനൊരു വലിയ പാപം ചെയ്തവളാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ആ പെണ്ണ് വന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, നീ നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപമെന്താ? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഇത് നല്ലതുപോലെ കേട്ടോ പൊന്നുമോള്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പെണ്ണിനോട് ചോദിച്ചു, നീ എന്തോ പാപമാണ് ചെയ്തത്? ആ സമയത്ത് ആ പെണ്ണ് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, ഇന്നി സനൈതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ, ആ മനുഷ്യനതാ കച്ചവടത്തിന് വേണ്ടി പോവുകയാണ്. ഒരുപാട് കൊല്ലം കഴിഞ്ഞാണ് വന്നത്, ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാണ് എന്റെ ഭർത്താവ് വന്നത്. എന്റെ ഭർത്താവ് ജോലിക്ക് പോയപ്പോ ഞാൻ വ്യഭിചരിച്ചു നബിയേ. ഒരു മനുഷ്യനുമായി ഞാൻ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു. ആ പെണ്ണ് പറയുകയാണ്, അങ്ങനെ ഞാൻ ഗർഭിണിയായി, വ്യഭിചാരത്തിലൂടെ ഞാൻ ഗർഭിണിയായി. ആ പെണ്ണ് അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയാണ്, ഞാൻ ഗർഭിണിയായി, ആരും അറിയാതെ ഞാൻ എന്റെ കുഞ്ഞിനെ വളർത്തുകയാണ്. ഗർഭിണിയായത് ആരോടും പറഞ്ഞില്ല. ആ പെണ്ണ് ആരെയും അറിയിക്കാതെ അവിടുന്ന് അതാ 9.5 മാസം കഴിഞ്ഞ് അവിടുന്ന് പ്രസവിക്കുകയാ. അതാ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. അല്ലാഹുവേ, ആ പെണ്ണ് പറയുന്നു, യാ റസൂലല്ലാഹ്, അതാ പ്രസവിച്ചു കഴിഞ്ഞപ്പോ അതാ വ്യഭിചാരത്തിലൂടെ ഉണ്ടായ തന്റെ കുഞ്ഞുണ്ടല്ലോ, 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നു പ്രസവിച്ച തന്റെ പൊന്നാര കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിനെ ആ പെണ്ണു കൊന്നുകളയുകയാണ്. അതാ പ്രസവിച്ച ഉടനെ ആരും അറിയാതെ കുഞ്ഞിനെ കൊന്നു. എന്നിട്ട് എന്തേ ചെയ്തതെന്നറിയോ? ആ പെണ്ണിന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? പടച്ചവനെ, സുറുക്ക കച്ചവടം നടത്തുന്നവളാ. അതാ വീഞ്ഞുപോലെ പടച്ചവനെ, അതാ സുറുക്കയുടെ കച്ചവടം നടത്തുന്ന പെണ്ണാട്. അതാ വ്യഭിചാരത്തിലൂടെ ഉണ്ടായ കുഞ്ഞിനെ പ്രസവിച്ചു. പ്രസവം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ കൊല്ലുകയാണ്. കൊന്നു കഴിഞ്ഞിട്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ കുഞ്ഞിനെ ഞാൻ എന്ത് ചെയ്തെന്നറിയുമോ? അതാ ഏറ്റവും കൂടുതൽ വീര്യം കൂടിയ സുറക്കകത്തേക്ക് ആ ചോരക്കുഞ്ഞിനെ ഇടുകയാണ്. താൻ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ കൊന്നിട്ട് ആ കുഞ്ഞിനെ അതാ സുറുക്കയിടകത്തേക്ക് ഇട്ടിട്ട് കുടിച്ചിടുകയാ. പടച്ചവനെ, ആ പിഞ്ചു കുഞ്ഞുണ്ടല്ലോ, അതിനകത്ത് കിടന്നിട്ട് ആ കുഞ്ഞിന്റെ ഇറച്ചിയുണ്ടല്ലോ, ആ കുഞ്ഞിന്റെ മാംസമുണ്ടല്ലോ, ആ കുഞ്ഞിന്റെ എല്ലുകളുണ്ടല്ലോ, ആ സുറുക്കകത്തിങ്ങനെ അലിഞ്ഞു ചേരുകയാ. അല്ലാഹുവേ, മാസങ്ങളോളം ഇങ്ങനെ അതിനകത്തിട്ട് ആ കുഞ്ഞിന്റെ ശരീരം മുഴുവനും അതിലേക്ക് അലിഞ്ഞു ചേർന്നു. അതിലേക്കതാ മാംസവും എല്ലുമല്ല ആ സുറുക്കകത്തേക്ക് അലിഞ്ഞു ചേർന്നു. ആ പെണ്ണ് പറയുന്നു, നബിയേ, ഫജിഅ്തുഹാ, എന്റെ കുഞ്ഞിന്റെ ശരീരം മുഴുവനും സുറുക്കകത്ത് അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞപ്പോ അത് ഞാൻ ജനങ്ങൾക്ക് വിറ്റു നബിയേ. എന്റെ കുഞ്ഞിന്റെ ശരീരം അലിഞ്ഞു ചേർന്ന സുറുക്കയുണ്ടല്ലോ, അത് നാട്ടുകാർക്ക് ഞാൻ കച്ചവടം നടത്തി നബിയേ. അല്ലാഹു എനിക്ക് പുറത്തു തരുമോ? പ്രവാചകന്റെ മുന്നിൽ ആ പ്രിയപ്പെട്ട പെണ്ണ് കരഞ്ഞുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കണ്ണ് നിറയുകയാണ്. പടച്ചവനെ, എത്ര പാപം
ഭാര്യമാർ വ്യഭിചരിച്ചിട്ടുണ്ട്, അതാ കൊന്നിട്ടുണ്ട്, അല്ലാഹുവേ അതാ അതാ കച്ചവടം നടത്തിയിട്ടുണ്ട്. ഈ 3 പാപമാണ് ആ പെണ്ണ് ചെയ്തത്. വിവാഹം കഴിഞ്ഞ പെണ്ണ് വ്യഭിചരിച്ചാൽ എറിഞ്ഞു കൊല്ലണമെന്നാണ്. ഒരു മുസ്ലിമിനെ കൊന്നാൽ പടച്ചവനെ തിരിച്ചവരെയും കൊല്ലണമെന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് പറയുമ്പോ അള്ളാന്റെ റസൂല് ചോദിച്ചതെന്തെന്നറിയോ? ആ പെണ്ണിനോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? എന്റെ പ്രിയമുള്ളവരെ, ഫഇന്നി അറാ അന്നക തറക്തി സ്വലാത്തൽ അസ്രി. അല്ലാഹുവിന്റെ പ്രവാചകനാ പെണ്ണിനോട് ചോദിക്കുകയാ, നീ അസർ നമസ്കാരം ഉപേക്ഷിക്കുന്നവളല്ലേ? നീ അസർ നമസ്കാരം ഉപേക്ഷിക്കുന്ന പെണ്ണല്ലോ. അസർ നമസ്കാരം ഉപേക്ഷിച്ചത് കൊണ്ടാണ് നിന്റെ ഹൃദയം ഇത്ര കഠിനമായി പോയതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, പടച്ചവനെ ഒരേ ഒരു വഖത്ത് നമസ്കാരം മുടക്കിയപ്പോ ഈ അവസ്ഥയാണെങ്കിലോ എന്റെ പ്രിയമുള്ളവരെ, 5 നേരത്തെ നമസ്കാരം ഉപേക്ഷിച്ച് കഴിയുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ ചിന്തിച്ചു നോക്ക്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ നടക്കാൻ കഴിയാഞ്ഞിട്ട് പോലും സ്വഹാബികളുടെ ചുമലിൽ കൈവച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ പള്ളിയിൽ പോയി നമസ്കരിച്ച ചരിത്രങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടെന്ന് പറയുകയാ, ആ സ്വഹാബിക്ക് കൊടുത്ത 1ാമത്തെ ഉപദേശം എന്തെന്നറിയോ? നാളെ സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരനാകണോ, എന്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിലേക്ക് കടന്നു വരണോ? പ്രവാചകൻ അവിടെന്ന് പറയുകയാ, സുജൂദുകൾ അധികരിപ്പിക്കണേ, സുജൂദുകൾ അധികരിപ്പിക്കണേ. നീ അതാ സുജൂദുകൾ അധികരിപ്പിച്ചാ സ്വർഗത്തിൽ നാളെ എന്റെ കൂടെ നിനക്കൊരുമിക്കാൻ കഴിയുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചിന്തിക്ക്, പ്രവാചകന്റെ മുന്നിൽ ഒരു പെണ്ണ് വന്നിട്ട് പറയാ, നബിയെ ഞാൻ വ്യഭിചരിച്ചു, എനിക്ക് ആ വ്യഭിചാരത്തിലൂടെ ഒരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞിനെ ഞാൻ കൊന്നുകളഞ്ഞു, എന്നിട്ട് സുറുക്ക ഉപയോഗിക്കുന്ന പാത്രത്തിന്റെ അകത്തിട്ട് എന്റെ കുഞ്ഞിന് അതിനകത്തിട്ട് ഞാൻ മാംസവും എല്ലും എല്ലാം അതിലേക്ക് അരിഞ്ഞു തീരുന്ന രീതിയിൽ ഞാൻ കുഴിച്ചിട്ടു. അവസാനം ഞാൻ അതെടുത്ത് ജനങ്ങൾക്ക് കച്ചവടം നടത്തി. എനിക്ക് അല്ലാഹു പുറത്തു തരുവോ?